സ്റ്റേഷനിലെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോട് റിപ്പോർട്ട് കോൾ ഫോർ ചെയ്യും. ഉം. ആ റിപ്പോർട്ട് വരുന്നത് വരെയാണ് ഇവിടെ താൽക്കാലികമായിട്ട് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഉം. അപ്പൊ അതുവരെ ഈ പെറ്റീഷന്റെ പ്രൈവറ്റ് കംപ്ലൈന്റിലെ തുടർ നടപടികൾ സ്റ്റേ ചെയ്തിരിക്കും. നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്തേ. നമ്മുടെ ഫർമാന്റെ ആ ഒരു വിഷയം, വൈറൽ പെൺകുട്ടിയുടെ ആ വിഷയം, പെൺകുട്ടി ഇതുവരെ കിട്ടിയിട്ടില്ല. പെൺകുട്ടി എവിടെയാണെന്ന് കണ്ടെത്താനായിട്ടില്ലെന്നല്ല, എവിടെയാണെന്ന് പറയാൻ ഈ ഫർമാനും തയ്യാറല്ല. കേരള പോലീസ് അതിന് മെനക്കെടുന്നുമില്ല. മെനക്കെടുന്നുണ്ടായിരിക്കും, പക്ഷെ അവർ എവിടെയാണെന്ന് പുറത്ത് പറയുന്നില്ല. കോടതിയിൽ പോലും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഏറ്റവും പുതിയ ചില സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അതായത് പോക്സോ കേസ് ചുമത്തുന്നതിനെതിരെ നൽകിയ ഹർജിയൊക്കെ കോടതി തള്ളി. അതിന്റെ പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അത് ഈ പോക്സോ കേസ് ചുമത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നെയ്യാറ്റിൻകരയുള്ള ഒരു അഭിഭാഷകനാണ്. അതായത് ഈ 6 പേർക്കെതിരെ 6 പേര്, ഒന്ന് മന്ത്രി ശിവൻകുട്ടി, പിന്നെ എ റഹീം, എം വി ഗോവിന്ദൻ, പിന്നെ ക്ഷേത്രം ഭാരവാഹികൾ ഫർമാൻ, ഈ 6 പേർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോക്സോ കേസ്, ഇവരുടെ പേരിൽ പോക്സോ കേസ് ചുമത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാഗരാജ് എന്ന് പറയുന്ന ഒരു അഭിഭാഷകൻ തിരുവനന്തപുരം പോക്സോ കോടതിയെ സമീപിച്ചിരുന്നു. ആ പോക്സോ കോടതിയിൽ സമീപിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിന് ഇതിലൊരു റോളുമില്ല യഥാർത്ഥത്തിൽ. എന്നാലും സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകൻ അവിടെ ഹാജരായി. അവിടെ ഹാജരായ ശേഷം സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകൻ പറഞ്ഞത് ഇവരെ 3 പേരെയും ഇവരുടെ പോക്സോ കേസ് തള്ളണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവരവിടെ വന്നത്. പക്ഷേ പോക്സോ കേസ് തള്ളാനും ഇത് കേൾക്കാനും കോടതിക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നിങ്ങളെ കേൾക്കേണ്ട ആവശ്യമില്ല എന്നാണ് കോടതി പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഈ കേസിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മുടെ ആ അഭിഭാഷകനോട് തന്നെ സംസാരിച്ച് ഞാൻ അതിൻ്റെ ഓഡിയോ ക്ലിപ്പ് കൂടി ശേഖരിച്ചിട്ടുണ്ട്. അത് ഇതിന് ശേഷം കേൾപ്പിക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കേസ് അതായത് മഹാരാഷ്ട്രയിൽ ഒരു കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിൽ ചാർജ് ചെയ്തിരിക്കുന്ന കേസിൽ മഹാരാഷ്ട്ര ഫർമാന്റെ സ്ഥലമാണ്. അതാണ് എപ്പോഴും തെറ്റുന്നത്. മധ്യപ്രദേശ് ചാർജ് ചെയ്തിരിക്കുന്ന കേസിൽ അവിടെ പോക്സോ ചാർജ് ചെയ്തിട്ടുണ്ടോ, ഇവരെ പ്രതിയാക്കിയിട്ടുണ്ടോ, തട്ടിക്കൊണ്ടുപോകലിനാണ് നിലവിൽ കേസുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കോടതിക്ക് ശേഖരിക്കേണ്ടതുണ്ട്. അത് പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇതിൽ കഴമ്പുണ്ട്, ഈ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കോടതിക്ക് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന 20-നകം മഹാരാഷ്ട്രയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച ശേഷം കോടതി വീണ്ടും പരിഗണിക്കാമെന്നാണ് പറഞ്ഞത്. അല്ലാതെ ഈ എം വി ഗോവിന്ദനും കൂട്ടരും തൽക്കാലത്തേക്ക് കുറച്ചു ദിവസത്തേക്ക് അവരുടെ പ്രശ്നം മാറിക്കിട്ടി എന്നതൊഴിച്ചാൽ അതൊരു നീണ്ട സ്റ്റേയോ അല്ലെങ്കിൽ ആ പരാതി തള്ളിക്കളഞ്ഞതോ അല്ല, ആ പ്രൈവറ്റ് കംപ്ലയിന്റ് തള്ളിക്കളഞ്ഞതോ അല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും മഹാരാഷ്ട്രയിൽ ഇവർ പ്രതി ചേർത്തിട്ടുണ്ടെങ്കിൽ ആ കേസിൽ ചിലപ്പോൾ തുടർ നടപടികൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഇനി അഥവാ പ്രതി ചേർത്തിട്ടില്ലെങ്കിൽ തുടർ നടപടികൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ സർക്കാർ കക്ഷി ചേരുന്നത് സർക്കാർ അഭിഭാഷകൻ വന്നു എന്ന് പറയുന്നു. ശരിക്കും ഈ നമ്മൾ 1 മുതൽ 6 വരെയുള്ള പ്രതികളിൽ ഈ പ്രതികൾക്കെതിരെ എന്തെങ്കിലും സർക്കാർ ഈ പ്രതികൾക്ക് വേണ്ടിയിട്ടാണോ അഭിഭാഷകനെ തിരിച്ചല്ലേ? ഒരു എഫ്ഐആർ വരുമ്പോഴത്തേക്കും പെൺകുട്ടിക്ക് വേണ്ടിയാണ് നിൽക്കേണ്ടത്. അവരുടെ നേരെ തിരിച്ചാണ് സംഭവിച്ചിട്ടുള്ളത്. കാരണം മന്ത്രിമാരെ സംരക്ഷിക്കാനുള്ള, മന്ത്രിമാരെയും സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ഒക്കെ സംരക്ഷിക്കാനുള്ള ഒരു പെടാപ്പാടിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയെ കുരുതി കൊടുക്കുകയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം രാഷ്ട്രീയം തന്നെയാണ് ഇതിൻ്റെ ബേസിക് വിഷയം. ഇത് ഒരു പ്രണയമോ അല്ലെങ്കിൽ 2 പേര് തമ്മിലുള്ള പ്രണയം കൊണ്ടുണ്ടായ ഒരു വിവാഹം എന്നതിലുപരി രാഷ്ട്രീയപരമായി ആ പ്രണയം ഉണ്ടായിരിക്കുക. ഒരു പക്ഷേ അതൊരു വിവരക്കേട് കൊണ്ട് ആ കുട്ടിക്ക് ചെറിയ പ്രായത്തിൽ മലയാളത്തിലെ ചില ചാനൽ സീരിയൽ പോലെയാണ്. അതായത് പെട്ടെന്ന് ഇവിടെ വരുന്നു, എറണാകുളത്ത് നിന്നും വിമാനത്താവളത്തിലേക്ക് പോകാനിരുന്ന ഇവർ ആ കുട്ടി അച്ഛൻ എത്തി എന്ന് പറഞ്ഞിട്ട് ട്രെയിൻ മാർഗം തിരുവനന്തപുരത്തേക്ക് വരുന്നു. അവിടെ നേരെ പടിയിറങ്ങി റോഡ് ക്രോസ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. തൊട്ടടുത്ത ദിവസം വിവാഹം നടക്കുന്നു. അവസാനം ഇവർ ഏറ്റുമാനൂരിൽ പോയി താമസിക്കുന്നു. അവിടുന്ന് എറണാകുളം കോടതിയിൽ മധ്യപ്രദേശ് പോലീസ് കൊടുക്കുന്നു. വരുന്നു. ഇവരെ താമസിക്കുന്ന കോട്ടയത്താണ്. പക്ഷേ എറണാകുളത്ത് ജൂറിസ്ഡിക്ഷൻ വന്ന എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എറണാകുളത്ത് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നു നോട്ട് ടു അറസ്റ്റ് എന്ന ഓർഡർ കോടതിയിലുണ്ടെന്ന് പറയുന്നു. നിസ്സഹായരായി മധ്യപ്രദേശ് പോലീസ് തിരിച്ചു പോകുന്നു. അപ്പോൾ അവരവിടെ ഇട്ടേക്കുന്നത് എഫ്ഐആർ കണ്ടാൽ അറിയുന്ന പ്രതികൾ, ഫർമാൻ അടക്കം, ഫർമാന്റെ പേരുണ്ട്, കണ്ടാൽ അറിയുന്ന പ്രതികൾ, ബാക്കിയുള്ള പേരൊന്നും അറിയത്തില്ല. പക്ഷേ ഭാഗ്യമോ നിർഭാഗ്യമോ ഞങ്ങളൊക്കെയാണ് അതിലെ പ്രതികളെന്ന് ഈ ഹർജി തള്ളാനായി സർക്കാർ അതിലൂടെ അവർക്ക് മനസ്സിലായി. ഈ സർക്കാർ മന്ത്രിയും മറ്റ് പരിവാരങ്ങളുമാണ് 1 മുതൽ 6 വരെ പ്രതികളെന്നും അവർക്ക് വ്യക്തമായി മനസ്സിലായി. ഇനിയിപ്പോൾ അവർക്ക് അതനുസരിച്ച് അവിടുത്തെ കോടതി അറിയിക്കാം. ആ കോടതി എന്താണ് ഇവിടെ അറിയിക്കുന്നത്, ആ അറിയിക്കുന്ന പ്രകാരമായിരിക്കും നമ്മുടെ പോക്സോ കോടതി തുടർന്ന് എടുക്കുക. അപ്പോൾ സർക്കാർ ആർക്ക് വേണ്ടി ഹാജരാകുമെന്നാണ് അവിടെ അറിയാനുള്ളത്. അതെ,
തീർച്ചയായും പെൺകുട്ടിക്ക് വേണ്ടിയാണ് ഹാജരാവേണ്ടത്. ഇനി സർക്കാരിന്റെ നീക്കം എന്താണെന്ന് അറിയില്ല. പ്രൈവറ്റ് കംപ്ലൈന്റ് ആണെങ്കിൽ പോലും പെൺകുട്ടിയുടെ ഭാഗം പറയേണ്ടത് സർക്കാരാണ്. ഞാൻ ഈ പറഞ്ഞത് നേരത്തെ സീരിയൽ പറഞ്ഞില്ലേ, ഈ വിവാഹം നടക്കുന്നു, അവർ കോട്ടയത്തേക്ക് പോകുന്നു, കോടതിയിൽ പോകുന്നു, ഇതിനിടയ്ക്ക് പെൺകുട്ടിയെ കാണാതാകുന്നു, വാരണാസിയിൽ വെച്ച് പെൺകുട്ടി ഒളിച്ചോടി പോയി എന്ന് ഫർമാൻ പറയുന്നു. ഒരു വീഡിയോ 2 ദിവസം അത് വ്യാജമാണെന്ന്. അതെ, 2 ദിവസം കഴിഞ്ഞ് ഫർമാൻ പറയുന്നു പെൺകുട്ടി ഗർഭിണിയാണ്. അത് ഭയങ്കര കഥയാണ്. ഒരു മാസമേ ആകുന്നുള്ളൂ വിവാഹം കഴിഞ്ഞിട്ടും. അങ്ങനെയാണെങ്കിൽ കുറച്ച് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. ശരിയാണോന്ന് എനിക്കറിയില്ല. കുറച്ച് വലിയ വയറുമായിട്ടൊക്കെ പെൺകുട്ടിയുടെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞു. അത് ഇനി AI ആണോന്ന് അറിയില്ല. ഇപ്പോഴത്തെ കാലമായതുകൊണ്ട് AI ആണോന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിരിക്കുന്നത്. അതായത് അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത ശേഷം നമ്മൾ അതാണ് അവിടെ. ഏതായാലും ആ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അഭിഭാഷകൻ തന്നെ നിങ്ങളോട് സംസാരിക്കും. ഹലോ സാർ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ മുഹമ്മദ് ഫർമാനുമായി ബന്ധപ്പെട്ട കേസ്, കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് അങ്ങ് ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് കോടതിയിൽ കൊടുത്തിരുന്നു. അതിനൊരു സ്റ്റേ വന്നിട്ടുണ്ട് എന്നാണ് ഇന്ന് വാർത്ത. എന്താണ് അതിന്റെ വിശദാംശങ്ങളൊന്ന് വിശദമാക്കാമോ? അത് ഇത് യഥാർത്ഥ മറ്റേ മെയിൻ ആയിട്ടുള്ള സ്റ്റേ അല്ല. അതായത് ഒരേ സംഭവത്തെ കുറിച്ച് പോലീസ് ഇൻവെസ്റ്റിഗേഷനും പ്രൈവറ്റ് കംപ്ലൈന്റും വന്നു കഴിഞ്ഞാൽ കോടതി സാധാരണ ആ കേസിലെ FIR എടുത്ത സ്റ്റേഷനിലെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോട് റിപ്പോർട്ട് കോൾ ഫോർ ചെയ്യും. ആ റിപ്പോർട്ട് വരുന്നത് വരെയാണ് ഇവിടെ താൽക്കാലികമായിട്ട് സ്റ്റേ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുവരെ ഈ പെറ്റീഷനില് പ്രൈവറ്റ് കംപ്ലൈന്റിലെ തുടർ നടപടികൾ സ്റ്റേ ചെയ്തിരിക്കുന്നു. അതായത് ഈ റിപ്പോർട്ട് വരുന്നത് മധ്യപ്രദേശ് പോലീസ് കേസ് എടുത്തത് കൊണ്ട് ഇവിടെ ഡീറ്റെയിൽസ് അറിഞ്ഞെങ്കിൽ മാത്രമേ, അവിടെ തട്ടിക്കൊണ്ടുപോകലിനാണ് കേസ് എടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. അത് അവിടെ പോക്സോ ചാർജ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇപ്പോ റിപ്പോർട്ട് ചോദിച്ചിരിക്കുന്നത്. അതെ. അതായത് ഇതിൽ പറയുന്ന പ്രതികളെ, നമ്മൾ ഈ പ്രൈവറ്റ് കംപ്ലൈന്റ് പറയുന്ന 6 പ്രതികളെ അവരവിടെ പ്രതി ചേർത്തിട്ടുണ്ടോ എന്നറിയാൻ കൂടി വേണ്ടിയാണ് റിപ്പോർട്ട് കോൾ ഫോർ ചെയ്യുന്നത്. അവിടെ പ്രതി ചേർത്താണ് റിപ്പോർട്ട്. മെയ് 20 റിപ്പോർട്ട് ഹാജരാക്കാൻ പറഞ്ഞിരിക്കുന്നത് മഹേശ്വർ പോലീസ് സ്റ്റേഷൻ SHOയോട്. അപ്പൊ മെയ് 20 അദ്ദേഹം ഇവിടെ റിപ്പോർട്ട് നേരിട്ട് കൊണ്ട് ഹാജരാക്കണം. അപ്പൊ ആ റിപ്പോർട്ടിൽ അവർ പറയാണ്, ഞാൻ ഈ പ്രൈവറ്റ് കംപ്ലൈന്റ് പറയുന്ന 6 പ്രതികളെയും അവിടെ പ്രതി ചേർത്തിട്ട് അഡീഷണൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഇത് ഇവിടെ ക്ലോസ് ചെയ്യും. അതല്ലെങ്കിൽ അവർ പറയാണ് അല്ലെങ്കിൽ ഇവിടെ പ്രത്യേകമായിട്ടുള്ള തുടർ നടപടി ചെയ്യും. ഇവിടെ വേണമെങ്കിൽ പ്രത്യേക FIR ഇട്ട് അങ്ങനെ ചെയ്യാം. ഈ 6 പേര് ആരൊക്കെയാ സർ? അത് 1 CPM സംസ്ഥാന സെക്രട്ടറി, 2 വിദ്യാഭ്യാസ മന്ത്രി, 3 ജില്ലാ സെക്രട്ടറി CPMന്റെ A റഹീം. അതെ. അപ്പൊ ഇതില് പ്രത്യേക ഒരു വിചിത്രമായ കാര്യം, A റഹീം എന്ന് പറഞ്ഞ മുസ്ലിമാണ്. അപ്പൊ അദ്ദേഹം ഒരു ഹിന്ദു പെൺകുട്ടിയാണ് അയാൾ കല്യാണം കഴിച്ചത്. അതെ. അത് സ്പെഷ്യൽ മാരേജ് വെച്ചാണ് അയാൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് നല്ലവണ്ണം അറിയുന്ന പ്രതികളാണ്. ഇവർക്കെല്ലാം ഒരു സാമാന്യ വിദ്യാഭ്യാസം അല്ലെങ്കിൽ സാമാന്യ വിവരമുള്ള എല്ലാവർക്കും അറിയാം. അതായത് ഹിന്ദു മതാചാര പ്രകാരം ഒരു ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നടത്തണമെങ്കിൽ ഒന്നിൽ 2 പേര് ഹിന്ദുക്കളായിരിക്കണം. ഹിന്ദുമതം അതന്നെ ഹിന്ദുക്കളായിരിക്കണം. അപ്പൊ അവരുടെ ഇതിന് ബുക്കിൽ, അവരുടെ SLC ബുക്കിലും വിദ്യാഭ്യാസ റെക്കോർഡ്സ്, സ്കൂൾ സർട്ടിഫിക്കറ്റിലൊക്കെ ഇത് കാണണം, ഹിന്ദു എന്നുള്ളത് കാണണം. അങ്ങനെ അത് ചെയ്യാൻ പറ്റും. ഇത് മാത്രമല്ല, ഈ പെൺകുട്ടിക്ക് ബ്രൈഡിന്, വധുവിന് 18 വയസ്സ് പൂർത്തിയായിരിക്കണം, വരന് 21 വയസ്സ് പൂർത്തിയായിരിക്കണം. അപ്പൊ ഈ പെൺകുട്ടിക്ക് 18 ആയിട്ടില്ല. ഈ മാർച്ച് 11 ഈ കല്യാണം നടത്തിയിരിക്കുന്നത്. ഇല്ലീഗൽ ആയിട്ടുള്ള ഈ മാരേജ് നടത്തിയിരിക്കുന്നത് മാർച്ച് 11 അപ്പൊ അന്ന് ഈ കുട്ടിക്ക് 16 വയസ്സ്. ഹോസ്പിറ്റൽ റെക്കോർഡ്സ് പ്രകാരം ഈ കുട്ടി ജനിച്ചത് മധ്യപ്രദേശിലെ മഹേശ്വർ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ജനിച്ചത്. 30/12. അപ്പൊ അവിടുത്തെ ബർത്ത് റിപ്പോർട്ടൊക്കെ ഉണ്ട്. ആ ബർത്ത് റിപ്പോർട്ട് അപ്പൊ അതിൽ 30/12/2009 വൈകുന്നേരം 5:50 PM ഈ കുട്ടി ജനിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ പെൺകുട്ടിയുടെ അച്ഛന്റെ പേരുണ്ട്, പെൺകുട്ടിയുടെ ഇതുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് ഇതെല്ലാം മറച്ചു വെച്ചാണ് ഇവർ വ്യാജരേഖകൾ തയ്യാറാക്കി വിവാഹം നടത്തിയത്. വിവാഹം നടത്തിയതെന്ന് വെച്ചാൽ എന്നിട്ട് ഈ അരിമാനൂർ ക്ഷേത്രത്തിലാണ് നടത്തിയത്. എന്നിട്ട് അവിടെ നിന്ന് തന്നെ ഇവരുടെ സ്വാധീനത്താൽ ഇവര് അവിടെ ചെന്ന് 1 മണിക്കൂർ നേരം അവിടെ ചെലവഴിച്ച് ഇവര് പല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞത് മതസൗഹാർദ്ദമാണ്, ഇത് മതേതരത്വമാണ്, പിന്നെ കേരളത്തില് ഇവിടെയാണ് സ്വർഗം, കല്യാണ വിവാഹം സ്വർഗത്തിലാണ് നടക്കുന്നത്, ആ സ്വർഗത്തിന്റെ പേരാണ് കേരളം. അപ്പൊ ഇതൊക്കെ ഇവര് എന്തിനു വേണ്ടി രാഷ്ട്രീയ നേട്ടത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ അതായത് ഇലക്ഷൻ April 9 നടക്കണം. അപ്പൊ അതിന് വേണ്ടിയുള്ള ഇതായിരുന്നു ചെയ്തത്. പിന്നെ അപ്പൊ അത് ആ കുട്ടിയെ അരക്ഷിതാവസ്ഥയാക്കിയിരിക്കില്ല. 18 വയസ്സ് പൂർത്തിയാത്ത ഒരു പെൺകുട്ടിയെ. അപ്പൊ അതില് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് വരും, കുറെ നിയമങ്ങൾ വരും, BNS വരും, പിന്നെ ചൈൽഡ് മാരേജ് റെസ്ട്രെയിന്റ് ആക്ട്, പോക്സോ നിയമങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം പ്രകാരം കേസെടുക്കണമെന്നാണ് എന്റെ ഹർജി. പിന്നെ ഇതിൽ ഇവര് അതെ ഉണ്ട്. അത് 6 പ്രതികൾ അവരുണ്ട്. ആദ്യത്തെ 3 പ്രതികൾ ഇപ്പൊ പറഞ്ഞ ആൾക്കാർ. അതിൽ 4ാം പ്രതി ഫർഹാന്, 5-6 പ്രതികളാണ് ക്ഷേത്രത്തിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും. അപ്പൊ ആ ക്ഷേത്രത്തിൽ നിന്ന് കൊടുത്ത ആ വിവാഹ സർട്ടിഫിക്കറ്റ് തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇന്ന ആള്. അതായത് ഉത്തർപ്രദേശിലെ ബൽഗാവ് ജില്ല അതില് പൾറ ദേശത്ത് എന്നിട്ട് പറഞ്ഞിട്ട് ഈ പയ്യന്റെ പേരൊക്കെ അത് കറക്റ്റായിട്ട് മുസ്ലിം പേരാണ്. അപ്പൊ അത് ഏതൊരാൾക്കും മനസ്സിലാവുമല്ലോ, മുസ്ലിം പയ്യനും ഒരു പെൺകുട്ടി ഹിന്ദു പെൺകുട്ടിയും തമ്മിൽ ഒരിക്കലും അപ്പൊ
ഹിന്ദു മതാചാര പ്രകാരം കല്യാണം നടത്താൻ കഴിയില്ല. പക്ഷെ ഇവരുടെ സർട്ടിഫിക്കറ്റിൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ന ആൾ മകൻ മുഹമ്മദ് ഫർഹാനും ഇന്ന ആൾ മകൾ ഇന്ന കുട്ടിയും തമ്മിൽ ഹിന്ദു മതാചാര പ്രകാരം ഞങ്ങളുടെ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടത്തിയിരിക്കുന്നു. അപ്പൊ ഇതേ വ്യാജ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ ഇതിനെ വെച്ചിട്ട് ഇതവിടുത്തെ ഒരു പ്രിന്റഡ് ഫോമാണ്. അത് ഹിന്ദുക്കളുടെ കല്യാണം നടത്താനാണ് ക്ഷേത്രം വെച്ചിരിക്കുന്നത്. രണ്ട് ഹിന്ദുക്കൾ തമ്മിലുള്ളത്. ഇപ്പൊ മുസ്ലിം ഒരു പള്ളിയിൽ പോയാലും അവർ നടത്തി കൊടുക്കൂല. മുസ്ലിം പള്ളിയിൽ പോയാലും മുഹമ്മദ് ഫർഹാനെ വിളിച്ചോണ്ട് അവർ മുസ്ലിം പള്ളിയിൽ പോയാലും നടത്തി കൊടുക്കുമോ? ഇല്ല. കാരണം ഓരോ മതത്തിന് ഓരോ ആചാരങ്ങളുണ്ട്. അല്ലെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ചെയ്യാം. സ്പെഷ്യൽ മാരേജ് പ്രകാരം ചെയ്യണേ ഈ കുട്ടിക്ക് 18 വയസ്സായിരിക്കണം. പിന്നെ 2 രജിസ്റ്റർ ഓഫീസിൽ നോട്ടീസ് അയച്ച് 30 ദിവസം കഴിയും. അപ്പൊ അതൊക്കെ ഇലക്ഷന് മുമ്പ് ഒരു കാര്യം നടത്താൻ പറ്റൂലല്ലോ. അത് മാത്രം പെൺകുട്ടി 18 ആയിട്ടുമില്ല. അത് മാത്രം പെൺകുട്ടിയുടെ പിതാവ് എന്ന് തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ പറഞ്ഞിരിക്കുകയാണ്, എന്റെ മകൾക്ക് 18 ആയിട്ടില്ല. എന്നിട്ട് കൂടി പോലീസ് എല്ലാം അവഗണിച്ചു. ഇതെല്ലാം ഈ ഭരണ നേതൃത്വത്തിന്റെ അറിവോടുകൂടി അവരുടെ നേട്ടത്തിന് വേണ്ടി ചെയ്തതാണ്. അങ്ങനെ അപ്പോഴ് ഇന്നലെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതി പറയാണ്, ഈ പെൺകുട്ടിയെ ഞങ്ങൾ കോടതി ഹാജരാക്കാം. പെൺകുട്ടിയെ കോടതി ഹാജരാക്കാം, നാഗരാജ് വേണമെങ്കിൽ ക്രോസ് വിസ്താരം ചെയ്തോട്ടെ. അപ്പൊ ജഡ്ജി ചോദിച്ചാൽ എന്തിനാന്ന് കേട്ടു. അപ്പൊ ഈ മധ്യപ്രദേശിന് ഈ പെൺകുട്ടിയെ തേടി പോലീസ് വന്നു, കൊച്ചിയിൽ വന്ന് അവിടെ വെച്ചിട്ട് കേരള സർക്കാർ പെൺകുട്ടി വിട്ടുകൊടുത്തില്ല. എന്നിട്ട് ഇപ്പൊ കേരള സർക്കാർ കോടതി പറയുകയാണ്, എന്ത് ഞങ്ങൾ പെൺകുട്ടിയെ കോടതി ഹാജരാക്കാം, പോക്സോ കോടതി തിരുവനന്തപുരത്ത് ഹാജരാക്കാം, നാഗരാജ് അതായത് പരാതിക്കാരൻ അവരെ ക്രോസ് വിസ്താരം ചെയ്തോട്ടെ. അപ്പൊ ഇവർ എങ്ങനെയെങ്കിലും ഈ ഉന്നതരായ നേതാക്കളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ സർക്കാർ ശ്രമിക്കുന്നത്. സാധാരണ ഒരു പ്രൈവറ്റ് കംപ്ലൈന്റിൽ സർക്കാർ വക്കീലിന്റെ റോളില്ല. സർക്കാർ വക്കീലിന്റെ റോൾ വരുന്നത് ഏതെങ്കിലും കേസിൽ പോലീസ് എഫ്ഐആർ എടുത്ത ശേഷം. ഇവിടെ കേരളത്തിൽ ഇതുവരെ എഫ്ഐആർ എടുത്തിട്ടില്ല. അപ്പം ഇവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ഇതിൽ യാതൊരു റോളും ഇല്ല. അപ്പൊ ജഡ്ജിയും പറഞ്ഞു, നിങ്ങളെ കേൾക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. കാരണം ഇത് പരാതി സ്വകാര്യ ഹർജിയല്ലേ. അപ്പൊ എഫ്ഐആർ എടുക്കുകയോ കുറ്റപത്രം വരികയോ ഫൈനൽ റിപ്പോർട്ട് കസ്റ്റഡി ആപ്ലിക്കേഷൻ ആ സമയത്ത് മാത്രമേ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് റോളുള്ളൂ ഒരു കോടതിയിൽ. പിന്നെ വിചാരണയ്ക്ക് ഇതൊന്നും ആയിട്ടില്ല. അപ്പൊ തുടക്കത്തിലേ ഇവർ വന്ന് ഇതിനെ തള്ളാൻ വേണ്ടി അപ്പൊ പെറ്റീഷൻ തള്ളണമെന്ന് പറഞ്ഞു. അപ്പൊ ജഡ്ജി കോടതി പറഞ്ഞു പറ്റില്ല, കാരണം നമ്മൾ ഇത്രയും പ്രൈമ ഫേസി മെറ്റീരിയൽസും പ്രൈമ ഫേസി കേസുണ്ട്, പ്രൈമ ഫേസി രേഖകളെല്ലാം ഹാജരാക്കിയിട്ടുള്ള ഒരു പെറ്റീഷൻ, അങ്ങനെ തള്ളാൻ പാടില്ല സുപ്രീം കോടതിയുടെ തന്നെ നിർദ്ദേശങ്ങളുണ്ട്. അങ്ങനെ റൂളിങ്സും കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ഇപ്പൊ മെയ് 20-നാണ് ഇത് വെച്ചിരിക്കുന്നത്. മെയ് 20-ന് റിപ്പോർട്ട് ഹാജരാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ആ റിപ്പോർട്ട് അനുസരിച്ച് ആ റിപ്പോർട്ട് വരുന്നത് വരെയാണ് താൽക്കാലികമായിട്ട് സ്റ്റേ ചെയ്തിരിക്കുന്നത് ഹർജിയുടെ പ്രൊസീഡിംഗ്സ്. റിപ്പോർട്ട് വന്ന ശേഷം സ്റ്റേ മാറി ബാക്കി കാര്യങ്ങൾ തുടർ നടപടികൾ കോടതി ചെയ്യും. ശരി ശരി. ശരി ഓക്കെ.